നമസ്തേ. ഈശ്വര ചൈതന്യമാണ് എല്ലാമായി വർത്തിക്കുന്നത്. ആ ഈശ്വര ചൈതന്യത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് പ്രകാശിക്കപ്പെടുകയാണ് മാറ്റം തന്നെ. പ്രപഞ്ചം ഉൾപ്പെടെ ഉള്ള നമ്മുടെ മനസ്സ് മുതൽ മൂലാതിരസ്കരണി, അതായത് ആന മുതൽ ഭൂരുഹ പര്യന്തം എന്ന് ഗുരു പറയുന്നത് പോലെ ഏറ്റവും സൂക്ഷ്മമായ മനസ്സിൻ്റെ അവസ്ഥ മുതൽ അങ്ങേയറ്റത്തെ സ്വരയൂഥ ഘടകങ്ങൾ ഉൾപ്പെടെയുള്ള പ്രപഞ്ചം എല്ലാം എങ്ങനെയുണ്ടായി? അവിദ്യാകൽപിതം. അത് അവിദ്യാകൽപിതങ്ങളാണ്. യഥാർത്ഥത്തില് ഇല്ലാതിരിക്കുകയും പക്ഷേ ഉണ്ടെന്ന് തോന്നിക്കുകയും ചെയ്യുന്ന രീതിയാണ്. അതാണ് അവിദ്യ എന്ന് പറയുന്നത്. വിദ്യ എന്ന് പറഞ്ഞാൽ അതിന് നേരെ വിപരീതം, സത്യത്തെ കാണിച്ചു തരുന്നത്. അവിദ്യ അസത്യത്തിലെ ഭ്രമിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എവിടെയാണ്? അവിദ്യാകൽപിതം സ്വാത്മനി, ആത്മാവില്, ആത്മാവില്, തൻ്റെ ആത്മാവില് ഉണ്ടായതാണ് ഇതെല്ലാം. ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഉദാഹരണത്തിന് വേണ്ടി സമുദ്രത്തെ പറ്റി ചിന്തിച്ചോണം. സമുദ്രത്തിൽ നിന്ന് വ്യത്യസ്തമല്ല ആഴിയും തിരയും കുമളയും പതയും ഒന്നും സമുദ്രത്തിൽ നിന്ന് വേറെ നിൽക്കുന്നില്ല. സമുദ്രം തന്നെയാണ് അതെല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. ഇല്ലാത്തതാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സാപേക്ഷിക സത്യമുള്ളതെന്ന് പറയുമ്പോൾ തീർത്തും ഇല്ലെന്നല്ല മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനപരമായ ഘടകം എന്താണ് യാഥാർത്ഥ്യം? അത് മനസ്സിലാക്കി തരാനാണ് ആ യാഥാർത്ഥ്യത്തെ കാണിച്ചു തരുന്നത്. അപ്പൊ ആത്മാവിൽ ഉണ്ടായതാണ് ഇതെല്ലാം. പ്രാണാഹങ്കൃതിയോ അന്യതപ്യസത് അവിദ്യാകൽപിതം സ്വാത്മനി. പ്രാണനും അഹങ്കാരവും വരെ, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, അറിവിലിരുന്നൊരു അഹന്ത ആദ്യമുണ്ടായി വരും. ആത്മാവിൽ നിന്ന് ഒരു അഹംസ്ഫുരണം ആദ്യമായിട്ടുണ്ടായി വരും. ഇങ്ങനെ ഇത് മുതലുള്ളത് പ്രാണൻ അഹങ്കൃതയ അന്യത അസത് അവിദ്യാകൽപിതം. എവിടെ? സ്വാത്മനി, ആത്മാവില് തന്നിൽ തന്നെ അവിദ്യ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണിത്. സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെ കാണിച്ചു തരുമ്പോൾ ജാതമായതൊക്കെ എവിടെ നിന്നുണ്ടായി എന്ന് പറയുകയാണ്. അപ്പൊ ഈ ജാതമായതൊക്കെ ഉണ്ടായതാണ്. എങ്ങനെ ഉണ്ടായി? അത് അവിദ്യ കൊണ്ടുണ്ടായതാണ്. വിദ്യ വരുമ്പോൾ അതെല്ലാം മാറിയിട്ട് എല്ലാ ഉലകവും ഉയർന്ന അറിവായി മാറും. എല്ലാം ഇല്ലാതായിട്ട് ഈ തരത്തിലുള്ള കാഴ്ചപ്പാടുകളെല്ലാം അവസാനിപ്പിച്ച് ഈശ്വരന്റെ സത്തയിലേക്ക്, ഈശ്വര സത്തയിലേക്ക് അത് മാറും. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ വളരെ ശക്തിയേറിയ മൈക്രോസ്കോപ്പിന്റെ താഴെ ഇരിക്കുന്ന ഒരു ചെറിയ മൺതരിയെ ശാസ്ത്രജ്ഞൻ മൺതരിയായല്ല കാണുന്നത്, ഊർജപ്രവാഹമായിട്ടാണ് കാണുന്നത്. അവിടെ മൺതരി ഇരിപ്പുണ്ട്, പക്ഷേ മൺതരിക്ക് അടിസ്ഥാന ഘടകമായിട്ട് നിൽക്കുന്നത് ഊർജപ്രവാഹമാണ്. ആ ഊർജത്തെ പോലും നിയന്ത്രിക്കുന്ന ഒരു തത്വമുണ്ട്. അതാണ് പൊടിയൊരു ഭൂവിൽ അസംഖ്യം അപ്പെടും ഒരു ഭൂവി ഇതിനില്ല ഭിന്നഭാവം എന്ന് ഗുരു പറയുന്നത്. അല്ലെങ്കിൽ വേദാന്ത വിചക്ഷണന്മാർ ആ തരത്തിൽ ചിന്തിക്കുകയും പറഞ്ഞു തരികയും ചെയ്യുന്നതിന് കാരണം ഇതാണ്. സത്യത്തെ കാട്ടിത്തരുന്നതിന് വേണ്ടിയാണ്. ഏതെങ്കിലും കാര്യത്തെ അല്പം ഇകഴ്ത്തി പറയുന്നെങ്കിൽ അതിനേക്കാൾ ഉയർത്തപ്പെടേണ്ടത്, പുകഴ്ത്തപ്പെടേണ്ടത് മറ്റൊന്നുള്ളത് കൊണ്ട് അതിനെ ഒന്ന് പുകഴ്ത്താൻ വേണ്ടിയാണ് ഇതിനെ ഒന്ന് ഇകഴ്ത്തി കാണിക്കുന്നത്. അല്ലാതെ ഇത് ഇകഴ്ത്താനായിട്ടുള്ള ഒരു മനോഭാവം അവർക്കുണ്ടായിട്ടല്ല. ശരീരത്തെ ചിലപ്പോഴൊക്കെ ഒന്ന് മലഭാണ്ഡമാണെന്നും ഇത് അശുചിയാണെന്നും ഒക്കെ പറയാറുണ്ട്. ഈ ശരീരം സ്വതവേ അശുചിയാണ്. ശുചിയായിട്ടിരിക്കാൻ പ്രയാസമാണ്. രാവിലെ എണീക്കുമ്പോൾ പല്ല് തേപ്പിച്ചേ പറ്റൂ, ഇതിനെ കുളിപ്പിച്ചേ പറ്റൂ, പുതുവസ്ത്രം ധരിപ്പിച്ചേ പറ്റൂ. പക്ഷെ വീണ്ടും കുറച്ചു നേരം കഴിയുമ്പോൾ ഈ ശരീരം അശുദ്ധമാകും, അശുചിയാകും. എന്ന് പറഞ്ഞാൽ ഈ ശരീരം കൊള്ളുകയില്ലാത്തതെന്നാണോ അർത്ഥം? പക്ഷെ അതിനെ ശുചിയാക്കി വെച്ചിരിക്കുന്ന മറ്റൊരു സത്തയെ കാണിച്ചു തരാൻ വേണ്ടി അങ്ങനെ പറയുന്നത്. ഉള്ളിലിരിക്കുന്ന ജീവന്റെ വിലയെ താരതമ്യപ്പെടുത്തുമ്പോൾ ശരീരം ഒന്നുമല്ല എന്ന് പറയുന്നത് ജീവന്റെ മൂല്യം അപാരമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതേപോലെ ഇവിടെ ഇതാ ഗുരു പറയുകയാണ്, ഇതെല്ലാം അവിദ്യാകൽപിതമാണ്. സ്വാത്മനി, തന്റെ ആത്മാവിലെ, ആത്മാവിന്റെ മുമ്പില് അവിദ്യ കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാണിതെല്ലാം. സ്വതവേ നിലനിൽപ്പില്ല.
തിരമാലയ്ക്കും കുമളയ്ക്കും ഒന്നും സ്വതവേ നിലനിൽപ്പില്ല. അതിൽ നിന്ന് വെള്ളം എടുത്താൽ പിന്നെ എവിടെയാണ് തിരമാലയുള്ളത്, കുമളയുള്ളത്, ആഴിയായിട്ട് നിൽക്കുന്ന ആഴമുള്ള ആഴിയുള്ളത്? അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, പ്രകൃതി ജലം തനുഫേനം ആഴിയാത്മാവഹമഹമെന്നലയുന്നത് ഊർമിജാലം അകമലരാർന്നറിവൊക്കെ മുത്തുതാൻ താൻ നുകരുവതാം അമൃതായതിങ്ങു നൂനം. നൂനം നിശ്ചയമായിട്ടും എന്താ ഉള്ളത്? ഈ അമൃതായിട്ടിരിക്കുന്ന ആത്മാവ് മാത്രമാണുള്ളത്. പ്രകൃതിയും ശരീരവും, പ്രകൃതി, തനു, ആത്മാ എന്നൊക്കെ ഇങ്ങനെ ഗുരു അത് പറഞ്ഞു പോവുകയാണ്. ഉള്ളത് ആത്മാവ് മാത്രം. ഈശ്വരതത്വമാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന നിയാമക ഘടകമായിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തിലെ വ്യവഹാരങ്ങളെയൊക്കെ കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇപ്പൊ പ്രാണാഹൃദയ അന്യതപ്യസത് അവിദ്യാകൽപിതം സ്വാത്മനി. പിന്നെയോ സർവം ദൃശ്യതയാ ജഡം. നമ്മൾ ദൃഗ്ദൃശ്യ വിവേകമെന്ന ഒരു പ്രോസസ്സ് മുമ്പ് കണ്ടതാണ്. അപ്പോൾ ഏതൊരു വസ്തുവാണോ കാണപ്പെടുന്നത് അത് ആത്മാവിൻ്റെ മുമ്പിലെ ജഡമാണ്. ദൃശ്യമാണോ ജഡമാണ്. ദൃക്ക് മാത്രമാണ് സത്യമായിട്ടുള്ളത്. സർവദൃക്കായിട്ട് നിൽക്കുന്ന ആത്മാവിൻ്റെ മുമ്പില് മറ്റെല്ലാം ജഡസമാനമാണ്. ഇപ്പൊ കൈ സ്വതവേ പ്രവർത്തിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇത് ജഡവസ്തുവാണ് വാസ്തവത്തിൽ. ശരീരം എന്ന് പറഞ്ഞാൽ നശിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെയാണല്ലോ അർത്ഥം. അപ്പൊ ഈ ശരീരം ജഡമാണ് സ്വാഭാവികമായിട്ട്. പിന്നെ അതിന് ഊർജം കൊടുക്കുന്നത്, ചൈതന്യം കൊടുക്കുന്നത് ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യമാണ്. അതുകൊണ്ട് ആത്മചൈതന്യം ഇല്ലെങ്കിൽ പിന്നെ ഇത് വർത്തിക്കില്ല, ഇരിക്കില്ല, പോയി നശിച്ചു കഴിഞ്ഞു. അപ്പൊ എന്തൊക്കെയാണോ കാണപ്പെടുന്നത്, ശരീരം കാണപ്പെടുന്നതാണ്, മനസ്സ് കാണപ്പെടുന്നതാണ്, ബുദ്ധി കാണപ്പെടുന്നതാണ്. ഇതെല്ലാം ആരുടെ സാന്നിധ്യം കൊണ്ട് കാണപ്പെടുന്നു? ഏന ശബ്ദ സ്പർശൻ രൂപൻ രസം ഗന്ധം ശബ്ദാൻശ്ച മൈഥുനാൻ ഏതേനൈവ വിജാനാദി ഏതദ്വൈ തത് എന്ന് കഠോപനിഷത്തിൽ പറയും. ഏന രൂപം രസം ഗന്ധം ശബ്ദം സ്പർശാദി സ്പർശാശ്ച മൈഥുനാൻ. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഒക്കെ ഏതൊരാത്മചൈതന്യത്താൽ അറിയപ്പെടുന്നോ അതാണ് നീ ഏതദ്വൈ തത്, അതിനെയാണ് നീ അറിയേണ്ടത്. ഇപ്പൊ എല്ലാമായി പ്രകാശിക്കുന്ന ആത്മതത്വമാണ്. അത് സർവദൃക്കാണ്. അതിൻ്റെ മുമ്പിൽ ബാക്കിയെല്ലാം വില കുറഞ്ഞതാണ്, ജഡസമാനമാണ്. അതാണ് പറഞ്ഞത് സർവം ദൃശ്യതയാ ജഡം. ഏത്? ജഗതിദം. ഇതം ജഗത്. ഈ പ്രപഞ്ചം ആത്മാവിൻ്റെ മുൻപിൽ എങ്ങനെ കാണപ്പെടുന്നു? അത് ദൃശ്യമായിട്ട് കാണപ്പെടുന്നതാണ്. സർവം ദൃശ്യം. ദൃശ്യതയാ, ദൃശ്യമാണെങ്കിലോ അത് ജഡവത്താണ്, ജഡം പോലെയാണ്. ജഡം പോലെ എന്ന് പറഞ്ഞാൽ സ്വതവേ പ്രകാശിക്കാൻ കഴിവില്ലാത്തതിനാണ് ജഡം എന്ന് പറയുന്നത്. ചൈതന്യം എന്ന് പറഞ്ഞാൽ ജഡമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വതവേ പ്രകാശിക്കാൻ കഴിവുള്ളതാണ് ചൈതന്യം എന്ന് പറയുന്നത്. ഇപ്പൊ ചിത്തും ജഡവും, ചിത്ത് ബോധരൂപിയായി നിൽക്കുന്ന ഈ ചൈതന്യം, ആ ചൈതന്യത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് ജഡം പ്രവർത്തിക്കുന്നത്. എൻ്റെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട്? ആത്മാവുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നത് കൊണ്ടല്ല ആത്മാവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോ അറിയുന്നതോ. അത് ഒരു അബദ്ധ പഞ്ചാംഗമാണത്. ശരീരമുള്ളത് കൊണ്ടാണ് ആത്മാവുള്ളത് എന്നൊരുവൻ പറയുന്നത്. സാധാരണ മനുഷ്യരെല്ലാം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചല്ലേ? ആത്മാവുള്ളത് കൊണ്ടല്ലേ ശരീരം ഉള്ളത്, ജീവനുണ്ട്, സത്തുണ്ട്. ഇനി പിന്നെ സത്ത് പോയി എന്ന് പറയുമ്പോൾ അവിടെ ആത്മസാന്നിധ്യം അപ്രത്യക്ഷമായി കഴിഞ്ഞു. അപ്പൊ എല്ലാം കാണുന്നതെല്ലാം ജഡമാണെന്ന് പഠിപ്പിച്ചു തരുവാൻ വേണ്ടി നമ്മളുടെ മുമ്പിൽ ഒരു മഹാഗുരു തിരുവവതാരം ചെയ്യേണ്ടിയിരുന്നു. ഈ ലോക വസ്തുക്കളാണ്, ലോകമാണ്, പ്രപഞ്ചമാണ് സത്യമെന്ന് മാത്രം വിചാരിച്ചുകൊണ്ടിരുന്ന ആളിനിടയിലേക്ക്, അല്ലെ ആളുകളുടെ ഇടയിലേക്ക് ഗുരുക്കന്മാർ വന്ന് ഭവിക്കുകയാണ്. അവർ പറഞ്ഞു തരുന്നു പരമസത്യത്തെ. അങ്ങനെ ഒരു മഹാഗുരു നമ്മളുടെ മുമ്പിൽ നിന്ന് പരമാത്മ ചൈതന്യത്തിന്റെ യഥാർത്ഥ സ്വരൂപം വിവരിച്ചു തരികയാണ് ഇവിടെ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ കൂടി. എന്തു പറഞ്ഞു? ഇതെല്ലാം അവിദ്യാകൽപിതമാണ് കുഞ്ഞെ. ഇത് കാണപ്പെടുന്നത് കൊണ്ട് ജഡമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചം, ഇതം ജഗത് ജഡം, ജഡവത്താണ്, ജഡം പോലെയുള്ളതാണ്. അതുകൊണ്ട് ആത്മചൈതന്യത്തെ കാണുക, അറിയുക,
ഈ പരമാത്മ ചൈതന്യത്തെ കാണിച്ചു തരുന്ന മഹാദൗത്യം ഗുരു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആ ഗുരുപാദത്തിൽ നമുക്ക് പ്രണാമത്തോടുകൂടി, നന്ദിയോടുകൂടി